പൊതുവെ നല്ല ശാന്ത സ്വരൂപമായൊരു ബീച്ചായിരുന്നു. എന്താണെന്നറിയില്ല, മഴ കൂടുതലുള്ളതുകൊണ്ടായിരിക്കണം, നല്ല തിരണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് വരുന്നതും പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര ടാസ്ക്കുള്ള പണിയാണ്. ഫുൾ പാറക്കെട്ടുകളും ഇടുങ്ങിയ വഴികളൊക്കെ ആയിട്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇതാണ് നമ്മൾ റിട്ടേൺ ഇറങ്ങുന്ന വഴിയാണ്. കുറച്ച് ഇടുങ്ങിയ സ്പേസൊക്കെയാണ്. പക്ഷേ ഇവിടെ നിന്നൊക്കെ നോക്കിയാലും നമുക്ക് നല്ല രസത്തിൽ ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ വരുന്നതൊക്കെ കാണാം. അങ്ങനെ ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടി മറിഞ്ഞിട്ടൊക്കെ, ചാടി മറിയൊന്നും വേണ്ട, സാവധാനം കയറി ഇറങ്ങിയാലും മതി. അങ്ങനെ എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു വ്യൂ നല്ല രസമാണ്. ബീച്ചിൻ്റെ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു മെൻ്റൽ പീസ് കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വഴി ഉണ്ടെങ്കിലും ഈ പാറക്കെട്ടും കൂടെ ഒഴഞ്ഞൊഴഞ്ഞായിരുന്നു താഴേക്ക് ഇറങ്ങിയത്. ചെറുപ്പം തൊട്ടേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങിയത്. അതിനെക്കുറിച്ചാണ് ഇവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും നൈസ് വ്യൂ ഒക്കെ ആയിട്ട് ബീച്ച്, പിന്നെ ഇതിൻ്റെ മേത്തിലേക്കൊക്കെ കബറും കാര്യങ്ങളൊക്കെയാണ്. അവിടേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ഒരു ഈവനിങ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലീൻ്റെ കൂടെ ഒക്കെ വരാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ്. ഫാമിലിയിൽ കാലിനൊക്കെ വയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയാൽ കയറാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ അമ്മേനൊന്നും അങ്ങനെ കൊണ്ടുപോയില്ല. ചെറുപ്പം തൊട്ടേ പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഏരിയയൊക്കെ അറിയാം. പൊതുവേ 6:30-ക്ക് ശേഷം നമ്മൾ ലേഡീസ് അങ്ങനെ പോക്കില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. നല്ലൊരു പീസ് വൈബ് കിട്ടുന്ന കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ബീച്ചാണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.